നമ്മളെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് കറക്റ്റ് അല്ലാതിരിക്കാനും അതേപോലെ ലൂസായിട്ടുള്ള സ്റ്റിച്ച് വരാനും നൂല് പൊട്ടാനുള്ള കാരണങ്ങളാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ പ്രഷർ ഫൂട്ടാണ് കേട്ടോ. പ്രഷർ ഫൂട്ടിന് നമ്മളെ പല്ലിൽ ഉരസിയിട്ട് ഇതേപോലെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുളിവ് നന്നായിട്ട് വരും കേട്ടോ. നമ്മളെ തയ്യൽ മെഷീനിൽ ചുളിവ് വരും. അതേപോലെ തന്നെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആവില്ല. അതേപോലെ തന്നെ തുണിയെ അധികം മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രഷർ ഫൂട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ ആരോ മാർക്കിൽ കാണിച്ച പ്രഷർ ഫൂട്ട് കണ്ടില്ല, ഇതിന് പല്ലിൽ ഒരുപാട് തട്ടിയിട്ട് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യലിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്താക്കണം, ഇതേപോലെ പ്രഷർ ഫൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് നമ്മളെ നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണമായിരിക്കും കേട്ടോ പ്ലേറ്റിൽ ഈ കാണുന്ന രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലത്തെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നൂല് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നൂല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കണം, പ്ലേറ്റ് ഇതേപോലെ കുറഞ്ഞ വിലയിൽ കിട്ടും, ഇടയ്ക്കൊന്ന് പ്ലേറ്റ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സൂചിയാണ് കേട്ടോ. സൂചി ഇതേപോലെ നമ്മൾ ഉരുട്ടി വിടുമ്പോൾ കറക്റ്റായിട്ട് ഉരുളുകയാണെങ്കിൽ ആ സൂചിക്ക് യാതൊരു ബെൻഡും വന്നിട്ടില്ല കേട്ടോ. ആ സ്ഥാനത്ത് ഇത് ബെൻഡ് വന്നൊരു സൂചിയാണ്. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഇതേപോലെ നമ്മൾ ഉരുട്ടി കഴിഞ്ഞാൽ കണ്ട് അത് ഉരുളുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സൂചി മാറ്റൽ നിർബന്ധമാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മളെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് കറക്റ്റ് അല്ലാതാവുക, അതേപോലെ തന്നെ സ്റ്റിച്ചിന് നന്നായിട്ട് ലൂസ് വരിക, അതേപോലെ അടിനൂല് മുകളിലിട്ട് കാണുക, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമാണ് കേട്ടോ. നമ്മളെ തയ്യൽ മെഷീൻ്റെ ഇതേപോലത്തെ ടെൻഷൻ സെറ്റ് ഇടയ്ക്കൊന്ന് നമ്മൾ ഇതേപോലെ ലൂസാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ എടുത്ത് കളയണം കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നൂല് എപ്പോഴും ഇതിൽ കൂടെ ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് അഴുക്കുകൾ ഇതേപോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടില്ല, ഇത് എത്ര നമ്മൾ ടെൻഷൻ ടൈറ്റ് ആക്കിയാലും നമ്മളെ സ്റ്റിച്ച് ക്ലിയർ ആവില്ല കേട്ടോ. ഇത് നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മളിത് അയച്ചിട്ട് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതേപോലെ കുറേ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താണ് കാരണം എന്ന് മനസ്സിലാവില്ല, സ്റ്റിച്ച് ക്ലിയർ അല്ലാതാവും. നമ്മൾ എത്ര ടെൻഷനെ ടൈറ്റ് ആക്കിയാലും ടൈറ്റ് ആവില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെൻഷൻ സെറ്റ് ഇതേപോലെ ഇടക്കിടക്ക് ഇളകുന്നുണ്ടോ നോക്കണം. ഇതിപ്പോൾ ഒരു ടെൻഷൻ സെറ്റ് കംപ്ലൈൻ്റ് ആയതാണ്. ഇത് എങ്ങനെ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു ത്രെഡ് ഉണ്ടാവും, അത് പൊട്ടിപ്പോയതാണ്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്ര സ്റ്റിച്ച് ക്ലിയർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് ഇളകുന്നതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ക്ലിയർ ആവില്ല. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പ്ലേറ്റ് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് ആദ്യത്തിന് ഇത് പൊട്ടിപ്പോയതായിരുന്നു. ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു സെറ്റ് കിട്ടും. ഈ സെറ്റ് കറക്റ്റ് അവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് പഴയതാണ്, ഇത് നമ്മൾ അയച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പുതിയ സെറ്റ് അവിടെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ സെറ്റിന് ഒരു ഇളക്കും ഉണ്ടാവില്ല. ഇത് ഇളകിയിട്ടില്ലെങ്കിൽ ടെൻഷൻ സെറ്റ് ഇങ്ങനെ ഇളകി കളിക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റിച്ച് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല കേട്ടോ. സ്റ്റിച്ച് പെർഫെക്റ്റ് ആകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് നമ്മളെ ടെൻഷൻ സെറ്റ് നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഈ ടെൻഷൻ സെറ്റിൻ്റെ ഇവിടുത്തെ ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇളകി കളിക്കും. അപ്പോൾ നമ്മളെ തയ്യൽ മെഷീനിൽ എപ്പോഴും ഇതേപോലത്തെ സ്റ്റിച്ചിൻ്റെ പ്രോബ്ലങ്ങൾ വരും. അപ്പോൾ നമ്മളിത് കുറഞ്ഞ വിലയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അത് നമ്മൾ വാങ്ങി ഇതേപോലെ ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കാൻ നിന്നാലൊന്നും സ്റ്റിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതേപോലെയാണ് തയ്യൽ മെഷീനിൽ ടെൻഷൻ സെറ്റ് ഉള്ളത് എങ്കിൽ കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ബോബിനോ അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ്റെ നൂലോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്താലൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അയക്കുക. എനിക്ക് കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് റീപ്ലൈ കിട്ടാതെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തിന് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ